എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റാഗ്ലൻ സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കോട്ടന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മീറ്റർ എടുക്കുക കേട്ടോ. അത് 3/4 സ്ലീവോ ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിലാണ്. കുഞ്ഞു സ്ലീവ് ആണെങ്കിൽ അത്രയും ആവശ്യമില്ല, 1/2 മീറ്റർ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറയ്ക്കാം. മെയിൻ ഫാബ്രിക് ആയിട്ട് റയോൺ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ഈ ചൂടത്ത് നന്നായിട്ട് പോകും. ഇതൊരു കോട്ടൺ റയോൺ മിക്സ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഇതാണ് എടുത്തിരിക്കുന്നത്. 1.5 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. പാറ്റേൺ മേക്ക് ചെയ്യാം. ഈ പാറ്റേൺ വെച്ചിട്ട് ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റാഗ്ലൻ സ്ലീവ് തന്നെ പ്ലീറ്റ്സ് വരുന്ന മോഡലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക? പ്ലീറ്റ്സ് മീൻസ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുള്ള മോഡൽ. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് മാത്രം, മുകളിലും താഴെയും പ്ലീറ്റ്സ് വരുന്ന മോഡൽ എങ്ങനെയാണ് ചെയ്യാമെന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ട് താഴെ പ്ലീറ്റ്സ് ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്നും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റ്സ്, അതായത് മുകളിലായാലും താഴത്തായാലും പ്ലീറ്റ്സ് ഇല്ലാണ്ട് നോർമൽ ഒരു ടോപ്പാണ്. പക്ഷെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് സ്ലീവ് കയറിയിരിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു മുകൾ ഭാഗം മാത്രം പാറ്റേൺ മേക്ക് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ചെറിയൊരു പീസ് എടുത്തത്. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുറത്തേക്കാണ് എപ്പോഴും നമ്മൾ അളവ് മാർക്ക് ചെയ്യുക. നമ്മളിത് പാറ്റേൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സിംഗിൾ പീസ് എടുത്തിട്ടേ ഉള്ളൂ. ഈ ഭാഗത്ത് നമ്മുടെ എത്രയാണോ ആക്ച്വൽ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് 7 ഇഞ്ചാണ്. എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല. നിങ്ങളുടെ അളവ് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ഇതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടേപ്പ് താഴേക്ക് വെച്ചിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യും. പക്ഷെ ഈ ഒരു സ്ലീവിന് നമ്മൾ ആ ഒരു ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യേണ്ട. എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നതെന്നും കൂടി പറഞ്ഞുതരാം. കാരണം നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ലൂസ് ആയിട്ടാണ് വരിക. കാരണം ഇവിടെ നമ്മൾ ഷോൾഡർ എക്സ്ട്രാ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് ലൂസ് ആയിട്ടാണ് ഫോം ചെയ്യുക. അതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യേണ്ട കേട്ടോ. വെള്ളം നേരെ താഴോട്ടേക്ക് എത്രയാണോ നിങ്ങളുടെ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് 7 ആണ്. 7 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ നമ്മൾ എൽ ഷേപ്പ് വരയ്ക്കുന്നത് പോലെ തന്നെ ഒരു എൽ ഷേപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അളവാണ്. എത്രയാണോ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അതിലേക്ക് നമ്മൾ ഈസി ആഡ് ചെയ്തിട്ടുള്ള അളവ് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എനിക്ക് 9 ആണ്. ആ 9 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നെക്ക് വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത അളവ് ആവശ്യമായിട്ടുള്ളത് നെക്ക് വിഡ്ത്ത് ആണ്. ഞാൻ 3 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കേണ്ട നെക്ക് വിഡ്ത്ത് എത്രയാന്നുള്ളത് കിട്ടും. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ മാർക്ക് ചെയ്യരുത്. ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിന് നേരെ താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഒരു 3 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതേപോലെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും അളവുകളെ നമുക്ക് ഇവിടെ റാഗ്ലൻ സ്ലീവിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള 2 ഇഞ്ചിന്ന് നമ്മുടെ ഈ ചെസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക്, അതായത് സീം അലവൻസ് അല്ല, കറക്റ്റ് അളവിലേക്കാണ് കേട്ടോ. സീം അലവൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കറക്റ്റ് അളവിലേക്കാണ് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആംഗിളായിട്ട് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ആം ഹോൾ വരയ്ക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് റാഗ്ലൻ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആം ഹോൾ വേണ്ട. അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരയ്ക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ വരച്ച് കാണിക്കാതിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ആകെ കൂടെ എത്രയാണോ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് ആ നെക്ക് വിഡ്ത്ത് ആണ് വേണ്ടത്. ഞാനിവിടെ 3 ഇഞ്ച് എൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്തത്. അവിടുന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെസ്റ്റ് അളവിലേക്ക് ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. ഈ 2 ഇഞ്ചിലല്ലല്ലോ നമ്മൾ എന്തായാലും നെക്ക് ചെയ്യുന്നത്. അപ്പൊ നെക്ക് എന്തായാലും നമ്മൾ ഇറക്കും. അപ്പൊ ഞാൻ ബാക്കിലേക്ക് 3.5 ഇഞ്ച് നെക്കിന് ഇറക്കമാണ് കൊടുക്കുന്നത്. ബാക്കിലെ ഇറക്കമാണ് കുറവ്. അതുകൊണ്ടാണ് ആദ്യം ബാക്കിലെ നെക്ക് വരയ്ക്കുന്നത് കേട്ടോ. 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നോർമൽ നമ്മൾ ബോക്സ് വരച്ചിട്ട് ഏത് ഷേപ്പുള്ള നെക്കാണോ വരയ്ക്കുന്നത് ആ നെക്ക് വരച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഷേപ്പാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ വരെ നമുക്ക് സ്ട്രെയിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കർവ് കിട്ടുന്ന രീതിക്ക് വരച്ചെടുക്കാം. നമുക്ക് ഈ 2 ഇഞ്ച് വരെ നമുക്ക് സ്ട്രെയിറ്റ് വേണം.
അവിടുന്ന് താഴോട്ടേക്ക് ഇതുപോലെ കർവ് വരുന്ന രീതിയിൽ വരയ്ക്കുക. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു റാഗ്ലൻ സ്ലീവ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നെക്ക് വിഡ്ത്തും നെക്കിന് ഇറക്കും എക്സ്ട്രാ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ മാറ്റം വരുത്തും കേട്ടോ. അപ്പം ഇത് നമ്മുടെ ബാക്കിലെ നെക്കാണ്. സെയിം നമുക്ക് ഇതേ പാറ്റേണിൽ തന്നെ ഫ്രണ്ടിലെ നെക്കിനും കൂടി ഇറക്കം കൂടുതൽ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്കിലെ നെക്ക് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഈ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മെയിൻ ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. നിങ്ങൾക്ക് ബോട്ട് നെക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നെക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ ഇത് നമ്മുടെ ഷോൾഡർ ലൈൻ ആണ്. അപ്പോൾ ഈ ലൈൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചായിരുന്നു. അതിൽ നിന്ന് 3 ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിഡ്ത്തായിട്ട് മൈനസ് ചെയ്തത്. ബാക്കി നമ്മുടെ 4 ഇഞ്ചാണ് ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്ന ഷോൾഡർ. ജസ്റ്റ് അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്കത് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 പീസുകളും നമുക്ക് ആവശ്യമുണ്ട്. ഇത് മെയിൻ ഫാബ്രിക്കിലേക്കും ഇത് സ്ലീവിലേക്കും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. മെയിൻ ഫാബ്രിക് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ അയൺ ചെയ്തിട്ടൊന്ന് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിടുന്ന സമയത്ത് ഈ ഒരു ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ ആ 44 ഇഞ്ച് ലെങ്ത് ആയിട്ട് കിട്ടുന്ന രീതിക്കാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു 44 ഇഞ്ചാണ് കിട്ടുന്നത് എന്ന്. അപ്പോൾ ആ 44 ഇഞ്ച് ലെങ്ത് എനിക്ക് എന്താ പറയുക കുറച്ചും കൂടി കിട്ടിയാൽ കൊള്ളാം. അതായത് 44 ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തയ്ച്ചു വരുമ്പോൾ സീം അലവൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 42 ഇഞ്ച് ലെങ്ത് ആണ് ടോപ്പിന് ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ചും കൂടി കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ്, അതായത് നമ്മൾ മുകളിൽ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിക്കും ഈ ഭാഗം ഫോൾഡ് ആയിട്ട് വരുന്ന ഈ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിക്കുമാണ് വെച്ചു കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയല്ല വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പാറ്റേൺ തന്നെ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യാം. എനിക്ക് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻ ഫാബ്രിക്കിൽ നോർമൽ അളവുകൾ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ പാറ്റേൺ കട്ട് ചെയ്ത പ്രകാരം മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് സ്ലീവ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താലും മതി കേട്ടോ. ഈ അളവ് ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെ വരെയാണ് കറക്റ്റ് എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്ന അളവാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേണം നമുക്ക് എത്രയാണോ സീം അലവൻസ് വേണ്ടതെന്ന് വെച്ചാൽ സീം അലവൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ 2 ഇഞ്ചാണ് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വരെയുള്ള അളവാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് നമ്മുടെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് നോർമൽ ഒരു സ്ലിറ്റഡ് ടോപ്പിന് നിങ്ങൾക്ക് എന്തൊക്കെ അളവുകളാണോ വേണ്ടത് ആ അളവ് മാർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് എടുക്കാമെന്നും എങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്നും കട്ട് ചെയ്യാമെന്നും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണ്, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയി കാണാം. ഞാൻ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്കൊരു 2 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എടുക്കുന്ന എല്ലാ അളവും നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് വേണം താഴോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാണ്ട് നോർമൽ എടുക്കുന്ന പോലെ അങ്ങ് എടുത്തു പോകരുത്. ഈ 2 ഇഞ്ച് നമ്മുടെ നോർമൽ അളവെന്ന് റെഡ്യൂസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽക്കേ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ പേപ്പറിൽ മാർക്ക് ചെയ്ത പാറ്റേൺ ഈ ഡ്രസ്സിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തോളൂ. എന്നിട്ട് സ്ലീവ് ഞാൻ ചെയ്യുന്ന പ്രകാരം ചെയ്താൽ മതി കേട്ടോ. സൈഡിലുള്ള എല്ലാ അളവുകളും ഞാൻ ഇതുപോലെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട്. ഫിറ്റിന് വേണ്ടിയിട്ടുള്ള അളവ്, അതുപോലെ തന്നെ ഷേപ്പ് എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ 2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ബാക്കിലേക്കുള്ള നെക്കും വരച്ചിട്ടുണ്ട്, ഫ്രണ്ടിലേക്കുള്ള നെക്ക് വരച്ചിട്ടില്ല കേട്ടോ. ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഇത് വളരെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് കുർത്തീൻ്റെ പാറ്റേൺ ആണ്. അതിൽ നമ്മൾ ഈ മുകൾ ഭാഗം മാത്രം റാഗ്ലൻ സ്ലീവിലേക്ക് വേണ്ടി കൺവേർട്ട് ചെയ്തു. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്, കാരണം അത് നമ്മുടെ ബാക്കിലെ പീസാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിലേക്ക് നമ്മൾ ഇറക്കം അധികം ഉണ്ടെങ്കിൽ മാത്രം, ബാക്കിലും സെയിം ഒരേ ഇറക്കമാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട കേട്ടോ. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാറ്റേണിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കും.
ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഫാബ്രിക് എടുക്കാം. മെയിൻ ഫാബ്രിക് ഇതുപോലെ 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ 4 മടക്കിയിട്ടിട്ടുണ്ട്. വിഡ്ത്ത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ കണക്കാക്കിയിട്ടുണ്ട്, കുറച്ചധികം വിഡ്ത്ത് എടുക്കുക. ലെങ്ത്തും അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ഇവിടെ കണ്ടോ, എനിക്ക് പാരലലായിട്ട് വരുന്ന ഭാഗം ഓപ്പണിംഗ് ആണ്, ഈ ഭാഗവും ഓപ്പണിംഗ് ആണ്, താഴെ ഭാഗം ഓപ്പണിംഗ് ആണ്, മുകളിലാണ് ഞാൻ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം വെച്ചിരിക്കുന്നത്. കണ്ടോ, എല്ലാ ഭാഗവും ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം മുകളിലാണ് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, അതുപോലെ തന്നെ വെക്കണേ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പാറ്റേണിൽ ഈ ഒരു പീസ് കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണം ഇത് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ നെക്കിന്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു പീസ് ഇതാണ് നമ്മുടെ കറക്റ്റ് പീസ്. ഈ പീസിന് ഈ ഭാഗമാണ് ഫോൾഡഡ് ആയിട്ടിരിക്കുന്ന ഭാഗം. ഈ ഭാഗം കറക്റ്റ് ഈ കോർണർ ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ. ഈ പീസ് ഇവിടെ നിന്നുള്ള ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഈ അളവ് നമ്മൾ ഇവിടെ വരെ വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്താനാണ്. ഈ 2 ഇഞ്ചും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോൾഡർ കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് അളന്ന് വെക്കണം. നെക്ക് വിഡ്ത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഷോൾഡർ എത്ര ഉണ്ട്, അപ്പൊ അത് 4 ഇഞ്ച്. ജസ്റ്റ് അത് രണ്ടും ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പീസിന്റെ ആവശ്യം. ഇനി നമുക്കിത് വേണ്ട, അത് കളയാം. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം, കാരണം നമ്മൾ അതിനകത്ത് സീം അലവൻസ് വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്, കുറച്ച്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാലാണ് പ്രശ്നം. അതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് തന്നെ എന്താ പറയുക, കറക്റ്റ് 2 ഇഞ്ച് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ്സ് ഇടാത്തതുകൊണ്ടാണ്. നിങ്ങൾ പ്ലീറ്റ്സ് ഇടുകയാണെങ്കിൽ എത്രത്തോളം പ്ലീറ്റ്സ് വേണം ആ പ്ലീറ്റ്സ് കഴിഞ്ഞിട്ട് ഈ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഇതേപോലെ അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി 2 പാറ്റേണിന്റെ ഉപകാരവും കഴിഞ്ഞു. ഇവിടുന്ന് താഴോട്ടേക്ക്, അതായത് ഈ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് താഴോട്ടേക്കാണ് നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 17 ഇഞ്ചാണ്, ആ 17 ഇഞ്ചിന് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഈ നമ്മുടെ ഷോൾഡർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അളവ് വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ ഇവിടുന്നേ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്താൽ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ലീവ് കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ടാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ടേക്ക് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ താഴെ നമ്മൾ പ്ലീറ്റ്സ് ഇല്ലാത്ത മോഡലാണ് സ്ലീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ താഴെ എത്രയാണോ അളവ് ഇതിൻ്റെ കൂടെ സീം അലവൻസും കൂടി ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം. സ്ലീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ആകെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവും ഈ അളവും ഇത് കഴിഞ്ഞിട്ട് വേണം സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാൻ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. നിവർത്തി കാണിച്ചു തരാമേ. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് 2 പീസ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവിന്റെ ഫാബ്രിക് ബാക്കി ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ക്രോസ് പീസും കൂടി കട്ട് ചെയ്ത് വെക്കാം, നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ഭാഗമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭാഗം, ഫ്രണ്ടിലെ പീസിന്റെ നല്ല ഭാഗം, അതുപോലെ തന്നെ സ്ലീവിന്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കാം. സെയിം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. നല്ല പീസിന്റെ മുകളിൽ നല്ല പീസ്, ഇത് ഈ ഭാഗം വേണം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗം, കാരണം താഴേക്ക് നമ്മൾ കുറച്ച് അധികം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പൊ ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗം, മുകൾ ഭാഗം വേണം കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഈ സീം അലവൻസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വെക്കാം. ഇവിടെ നമുക്ക് മെയിൻ ഫാബ്രിക് പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള പീസ് എടുക്കാം. ബാക്കിലേക്കുള്ള പീസ് വരുമ്പോൾ എങ്ങനെയാണ് വരിക? ബാക്കിലേക്കുള്ള പീസ് വരുമ്പോൾ ഈ സ്ലീവിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ബാക്കിലെ പീസിന്റെ നല്ല വശം ടച്ച് ചെയ്യുന്ന രീതിക്കാണ് വരിക. അപ്പൊ ഞാൻ ഇതേപോലെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു 2 പോയിന്റുകൾ ഇതുപോലെ ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ കറക്റ്റ് അളവ്.
ഇതിപ്പം ഓൾറെഡി ഞാൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എൻ്റെ കറക്റ്റ് നെക്കിന് ഇറക്കമൊക്കെ വെച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതിനെ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക. കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടിട്ട് നിങ്ങൾക്ക് നെക്ക് പിടുത്ത് കൂട്ടി കൊടുക്കണമെങ്കിൽ നെക്ക് പിടുത്ത് കൂട്ടി കൊടുക്കുക, നെക്കിന് ഇറക്കം കൂട്ടി കൊടുക്കണമെങ്കിൽ നെക്കിന് ഇറക്കം കൂട്ടി കൊടുക്കുക. ഞാൻ ഒന്നും തന്നെയും ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കറക്റ്റ് ആക്കി വെച്ചതാണ്. പിന്നെ ഇവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഈ എക്സ്ട്രാ പീസ് ഉണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം. താഴത്തെ അളവ് കറക്റ്റ് അളവാണ് സീം അലവൻസ് പ്രകാരമുള്ളത്, അതുകൊണ്ട് ഇതിനെ ജസ്റ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. താഴേക്ക് അധികം ഷേപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഒരു ചെറിയ രീതിയിൽ പൈപ്പിംഗ് വരുന്ന പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഈ ഗ്രീനിലേക്കാണ് അത് കാണാൻ, മറ്റേ ഭാഗം ഓൾറെഡി പ്രിന്റഡ് ആയതുകൊണ്ട് അവിടേക്ക് അത് കാണില്ല. അപ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് വിടുത്തുള്ളൊരു ക്രോസ് പീസ് എടുക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു പൈപ്പിംഗ്, ഒരു വലിയ രീതിയിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുക, സൈഡ് നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. ഇതാണ് സ്ലീവിന്റെ ഫൈനൽ ലുക്ക്. നമ്മൾ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും പ്ലീറ്റ്സ് ഇല്ലാത്ത മോഡലിൽ നോർമൽ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന റാഗ്ലൻ സ്ലീവ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.